കുപ്പക്കുഴിയിൽ മാണിക്യെന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഈ സാധനം. അതായത് നമ്മൾ കുപ്പക്കുഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി അല്ലെങ്കിൽ മത്സ്യം, മാംസം ഇതിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഇടുന്ന ഒരു കുഴി. അപ്പോൾ പണ്ടൊക്കെ ഒരു കുഴി കുത്തും, മണ്ണിൽ ഒരു കുഴി കുത്തിയിട്ട് അതിലേക്കാണ് ഈ വേസ്റ്റൊക്കെ ഇടുക. അപ്പോൾ എൻ്റെ അത് ഒരു സ്ഥലത്ത് ഒരു കുപ്പക്കുഴിയുണ്ട്. അതിലേക്ക് അപ്പോൾ കഴിഞ്ഞ കൊല്ലം പാഷൻ ഫ്രൂട്ടൊക്കെ തിന്നപ്പോൾ അതിൻ്റെ കുരും അതിൻ്റെ വേസ്റ്റൊക്കെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. അപ്പോൾ അത് വേനൽക്കാലത്ത് ഉണങ്ങിയിട്ട് കഴിഞ്ഞ മഴയ്ക്ക് പുതുമഴയ്ക്ക് മുളച്ചിട്ട് തനിച്ച് കണ്ടോ നമ്മളുടെ അടയ്ക്കാമരത്തുമൂടെ കയറിയിട്ട് നേരെ തേക്ക് മരം ഇതിലൊക്കെ കയറി. അപ്പം ഞങ്ങളാരും അറിഞ്ഞില്ല. ഈ കൊല്ലം ഇപ്പോൾ മോട്ടറൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടൊന്ന് അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഈ പാഷൻ ഫ്രൂട്ടൊക്കെ നല്ല വയലറ്റ് പാഷൻ ഫ്രൂട്ട് താഴെ വീണ് കിടക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കോണി വെച്ച് കയറിയിട്ട് ആ തേക്കിൻ്റെ ഇല, അടയ്ക്കാമരത്തിൻ്റെ കവുങ്ങിൻ്റെ പാള അതൊക്കെ എടുത്ത് കളയുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത് കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഭൂമി ഇല്ലാത്തവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് ഗേറ്റില്ലേ, ഗേറ്റിൻ്റെ അപ്പുറത്ത് വഴിയിൽ ഒരു കുഴി കുത്തുക. അതിൽ കുറച്ച് ഇലകൾ, പച്ചിലകളോ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലയൊക്കെ ഇടുക. എന്നിട്ട് മൂടുക. സ്വല്പം വളം കിട്ടുന്നുണ്ടെങ്കിൽ വളം കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മൂടിയിട്ട് 2 തൈ വെച്ച് കൊടുക്കുക. തൈക്കളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുരു കിട്ടാനില്ലെങ്കിൽ തൈയൊക്കെ കൃഷിഭവനിലൊക്കെ വരുന്നത് 15 രൂപ 20 രൂപ, അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് ഫാമുകളുണ്ട്, അവിടെയൊക്കെ 15-20 കിട്ടും. അപ്പോൾ കണ്ടോ, അതേ ഞാൻ ഒരു പാഷൻ ഫ്രൂട്ട് പഠിക്കണ്ടോ, വയലറ്റ്. ഇപ്പോൾ വെളുപ്പിന് 7 മണി ആയിട്ടുള്ള സൂര്യൻ ഉദിച്ച് വരണത് കണ്ടോ, അടിപൊളി സാധനമാണ്. അപ്പോൾ ഈ ടാക്സിക്കാർ, ഓട്ടോറിക്ഷ, പേട്ട അവിടെയൊക്കെ ഒരു ചെറിയൊരു കുഴി, ഒരു അടി വലുപ്പത്തിലൊരു കുഴി കുത്തിയിട്ട് ടാക്സിക്കാർക്കും ഓട്ടോറിക്ഷക്കാർക്കും ഒക്കെ നല്ലതാണ് ഒരു കുഴി കുത്തുക. എന്നിട്ട് ആ കേബിളുകൾ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് 2 വടി വയ്ക്കുക. എന്നിട്ട് 2 വയർ അങ്ങോട്ട് കെട്ടിയിട്ടുണ്ടെങ്കിലേ കാശ് കൊടുത്തൊന്നും മേടിക്കണ്ട വള്ളിയൊന്നും. ഈ കേബിളുകളൊക്കെ ഇഷ്ടം പോലെ വഴിയിൽ വെറുതെ കിടക്കണം. അത് 2 പേരിനോട് കെട്ടുക. അതുമാതിരിക്കാണ്ട് പടർത്തി കൊടുത്തിട്ടുണ്ടെങ്കിലേ ടാക്സിക്കാർക്ക് ഒരു പന്തലായി. വേനൽക്കാലത്ത് അതിൻ്റെ അടിയിൽ നിൽക്കാം. ഓട്ടോറിക്ഷക്കാർക്കും പറ്റും. കണ്ടോ, ഓട്ടോറിക്ഷ കിടന്നവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല തണൽ കിട്ടും. പിന്നെ അത് തന്നെയല്ല, ചൂടിന് ഇതങ്ങോട്ട് ചൂടായിട്ട് അതിമധുരമായിരിക്കും ഈ പാഷൻ ഫ്രൂട്ടിൻ്റെത്, ഒരു പുളിയും മധുരം കണ്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥലവും വേണ്ട, ഭൂമി വേണ്ട. ഓട്ടോറിക്ഷക്കാർക്ക് തണലും ഭക്ഷണവും. അതുപോലെ തന്നെ ടാക്സിപ്പേട്ട, ലോറിപ്പേട്ട, അവിടെയൊക്കെ യൂണിയൻകാരുടെ ഓഫീസ്, അവിടെയൊക്കെ ഇത് വളർത്തി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ചൂട് എടുക്കാണ്ട് ഇരിക്കും ചെയ്യാം, ഭക്ഷണം കിട്ടും. അപ്പോൾ ഇന്ന് എനിക്ക് കണ്ടില്ലേ അല്പം ചോറ്, പാഷൻ ഫ്രൂട്ട്, ഒരു കത്തി, സ്പൂണ് ഇതൊക്കെ വെച്ചേക്കണം. കോവയ്ക്ക കറിയുണ്ട്, ബീറ്റ്റൂട്ടിൻ്റെ കറിയുണ്ട് കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ്. എല്ലാവരും ഈ പാഷൻ ഫ്രൂട്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും അവിടെ അങ്ങനെയുള്ള യൂണിയൻ ഓഫീസ് അതിൻ്റെ മുന്നിലൊക്കെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പൈസ ചിലവില്ല. അത് നെറ്റൊന്നും മേടിക്കേണ്ടത്, നിങ്ങൾ കേബിളുകൾ വഴിയിൽ മുഴുവൻ ഉണ്ട്. അത് വേസ്റ്റായിട്ടൊക്കെ വഴിയിൽ കിടക്കണം. അതൊക്കെ ഒന്ന് കെട്ടി വെച്ചാൽ മതി. അപ്പം നിങ്ങൾക്കൊരു നേരം പോക്കായി, നിങ്ങൾക്കൊരു ഭക്ഷണമായി, ഒരു തണലായി. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്താൽ വളരെ നല്ലതാണ്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വല്ല ഓട്ടോറിക്ഷ വിളിക്കാൻ ഒരു ഒരെണ്ണം പഴുത്ത് കിട്ടി കഴിഞ്ഞാൽ അത് തിന്നും ചെയ്യാം കണ്ടോ. അപ്പോൾ ഇഞ്ചമ്പുളി ഉണ്ട് കണ്ടോ, നല്ല ടേസ്റ്റാണ് ഇതിൻ്റെയൊക്കെ കൂടെയൊക്കെ വെച്ച് കഴിക്കുമ്പോളേ. അപ്പം നമ്മളൊക്കെ കുറേശ്ശെ കൃഷിപ്പണിയൊക്കെ ചെയ്യണ കാരണം നല്ല ഭക്ഷണത്തിനൊക്കെ നല്ല സ്വാദാണ്.